നീദാനംബേ കുരുംബേ നിഖിലഭുവനവും നന്മിഴിഞ്ഞുംഭിനാലെ സ്വീതാനന്ദം ചമച്ചും സകരുണമതിനെ സംഹരിച്ചും ലസിപ്പൂ. പീതായാസം ജഗത്തിൻ കണികകളഖിലം തീർക്കുവാനൊക്കുമെങ്കിൽ ശ്രീതാവും നിന്റെ തൃക്കൺമുനയതു ജനനീ ദുഃഖവും നീക്കിടും മേ. ദേവീ ശരണം അമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാല വന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ യജ്ഞവേദിയിലേക്ക് സുസ്വാഗതം. നവമസ്കന്ധം 15-ാമത്തെ അധ്യായം അവലോകനം ചെയ്യുന്നു. വൃഷധ്വജൻ എന്ന ശിവഭക്തൻ മറ്റു ദേവീദേവന്മാരുടെ പൂജ ചെയ്യാതെ കണ്ട് ഇരുന്ന സമയത്ത് ക്രോധം വന്ന ആദിത്യൻ അവനെ ശപിക്കുന്നു. തൻ്റെ ശിഷ്യനായിട്ടുള്ള വൃഷധ്വജനെ ആദിത്യൻ ശപിച്ച കോപത്തിൽ ശിവൻ ആദിത്യൻ്റെ നേർക്ക് യുദ്ധം ചെയ്യാനായി വരുന്നു. പേടിച്ച ആദിത്യൻ ബ്രഹ്മാവിനെ ശരണം പ്രാപിക്കുന്നു. അങ്ങനെ ആദിത്യാദിദേവന്മാരും ബ്രഹ്മാവും കൂടി വിഷ്ണു സന്മുഖം വരുന്നു. ഭഗവാൻ അവരെ ആശ്വസിപ്പിക്കുന്ന ഭാഗങ്ങളാണ് നാം പറഞ്ഞുകൊണ്ടുപോയത്. വന്നത് ഇന്നലെ ശിവസ്വരൂപനായ ഭഗവാൻ മംഗളദായകനാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ മംഗളം എന്ന അർത്ഥം വരുന്ന ശിവൻ എന്ന് വിളിച്ചു വരുന്നത്. മംഗളസ്വരൂപിയായിട്ടുള്ള ഭഗവാൻ അവിടെ എത്തിച്ചേർന്നു. കയ്യിൽ ശൂലവുമായി വൃഷാരൂഢനായി കാളപ്പുറത്താണ് വരവ്. കോപത്താൽ കണ്ണ ചെന്താമര പോലെ ചമന്നിരുന്നു. വന്നവുടൻ അദ്ദേഹം കാളപ്പുറത്ത് നിന്നിറങ്ങി ഭക്തിപൂർവം ശിരസ് നമിച്ച് പരാത്പരനായ ലക്ഷ്മീകാന്തനായ ഭഗവാനെ നമസ്കരിച്ചു. ഭഗവാൻ ശ്രീഹരി രത്നസിംഹാസനത്തിൽ ഇരുന്ന് പറഞ്ഞു. അദ്ദേഹം ധാരാളം രത്നഭൂഷണങ്ങൾ അണിഞ്ഞിട്ടുണ്ടായിരുന്നു. കിരീടവും കുണ്ടലങ്ങളും ചക്രവും വനമാലയുമൊക്കെ ധരിച്ചിരുന്നു. ശ്യാമള നിറം പൂണ്ടനും സുന്ദരനും ചതുർഭുജ പാർഷദന്മാരാൽ വെഞ്ചാമരം വീശി സേവിക്കപ്പെടുന്നവനുമായിട്ട് ആ ഭഗവാനെ കണ്ടു. വിദ്യാധര സ്ത്രീകളൊക്കെ നൃത്തഗീതങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അവിടെ. ആ ഹരിയെ മഹാദേവൻ നമസ്കരിച്ചു. മഹാദേവനെ ബ്രഹ്മാവും നമസ്കരിച്ചു. ആദിത്യനും ഭയപ്പെട്ട ഭക്തിപൂർവം ശിവനെ നമസ്കരിച്ചു. കശ്യപനും അദ്ദേഹത്തെ വലിയ ഭക്തിയോടെ സ്തുതിച്ചു. മഹാദേവൻ സർവേശനായ ഹരിയെ സ്തുതിച്ചതിന് ശേഷം തനിക്ക് തന്നതായ ആസനത്തിൽ ഇരുന്നു. സുഖാസനത്തിൽ സുഖമായിരുന്ന് വിശ്രമിക്കുന്ന ചന്ദ്രശേഖരനെ വിഷ്ണുപാർഷദന്മാർ വെഞ്ചാമരം വീശി സേവിച്ചു. ആ മഹാദേവനോട് അമൃതതുല്യ മനോഹരമായ വിധം ഭഗവാൻ വിഷ്ണു ചോദിച്ചു, ഞാൻ അങ്ങ് ഇങ്ങോട്ട് വരാൻ എന്താ കാരണം? എന്തിനാ ഈ കോപത്തോടു കൂടിയാണല്ലോ വന്നിരിക്കുന്നത്. എന്താ അങ്ങയുടെ കോപത്തിന് കാരണം എന്ന് ചോദിച്ചപ്പോൾ മഹാദേവൻ പറയുകയാണ്, വൃഷധ്വജം ചമൽഭക്തം മമ പ്രാണാധികം പ്രിയം സൂര്യ ശശാപൈധിമേ പ്രകോപസ്യ തു കാരണം. എൻ്റെ ഭക്തന് എനിക്ക് പ്രാണനേക്കാൾ അധികം പ്രിയനുമായിട്ടുള്ള വൃഷധ്വജനെ സൂര്യൻ ശപിച്ചു. അതാണ് എൻ്റെ കോപമുണ്ടാവാനായിട്ടുള്ള കാരണം. വൃഷധ്വജനോട് എനിക്ക് പുത്രതുല്യമായ വാത്സല്യമുള്ളതുകൊണ്ട് ഞാൻ സൂര്യനെ വധിക്കാൻ ഒരുമ്പെട്ടു. അതുകൊണ്ട് അവൻ ബ്രഹ്മാവിനെ ശരണം പ്രാപിച്ചു. സൂര്യനും ബ്രഹ്മാവും കൂടി ഇത് അങ്ങയെ ശരണം പ്രാപിച്ചു. ധ്യാനത്താലോ വാക്കാലോ ആരാണോ അങ്ങയെ ശരണം പ്രാപിക്കുന്നത് അവർക്ക് ആപത്തോ സങ്കടമോ ഉണ്ടാവുകയില്ല. എന്ന് മാത്രമല്ല, അവർ ജരാമൃത്യുക്കളിൽ നിന്ന് മുക്തരുമായിരിക്കും. ശരണാഗതി അടയുന്നവർക്ക് എന്ത് പ്രയോജനമാണ് എന്ന് ലഭിക്കുന്നത് എന്ന് ഞങ്ങളുടെ ഈ ആഗമനത്താൽ തന്നെ പ്രത്യക്ഷമാണല്ലോ. അതുകൊണ്ട് എന്താ ഞാൻ പറയാനുള്ളത്? ഹരിസ്മരണം എപ്പോഴും അഭയപ്രദമാണല്ലോ. ഹേ ജഗൽപ്രഭോ, സൂര്യൻ്റെ ശാപം നിമിത്തം ശ്രീ നഷ്ടപ്പെട്ട് മൂഢനായിരിക്കുന്ന എൻ്റെ ആ ഭക്തനെ എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞപ്പോൾ മഹാദേവൻ്റെ വാക്കുകളെ കേട്ട മഹാവിഷ്ണു പറയണു, ഹേ മഹാദേവ, ദൈവഗത്യ ബ്രഹ്മാണ്ടത്തിൽ ഇപ്പോൾ 21 യുഗങ്ങൾ കഴിഞ്ഞു. എന്നാൽ വൈകുണ്ഠത്ത് അരനാഴികയെ ആയിട്ടുള്ളൂ.
അതുകൊണ്ട് അങ്ങ് വേഗം സ്വഭവനത്തിലേക്ക് പൊയ്ക്കോളൂ. തടയാനാവാത്തതും ദാരുണവുമായ കാലഗതിക്ക് വിധേയനായി വൃഷധ്വജൻ മരിച്ചു കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ പുത്രനായ രഥധ്വജനും ശ്രീരഹിതനായി കാലഗതി പ്രാപിച്ചു. ഇനി ആ ഭക്തനെ ഓർത്ത് അങ്ങയ്ക്ക് ദുഃഖിക്കേണ്ടതായിട്ടില്ല. അദ്ദേഹത്തിന് മഹാഭാഗവതന്മാരായ 2 പുത്രന്മാരുണ്ട്, ധർമ്മധ്വജനും കുശധ്വജനും. അവരും സൂര്യശാപത്താൽ സ്ത്രീ ഇല്ലാത്തവരാണ്. രാജ്യഭ്രഷ്ടരും ഐശ്വര്യഭ്രഷ്ടരുമായ അവരെ ഇപ്പോൾ ലക്ഷ്മിയെ ഉപാസിക്കുന്നതിൽ മുഴുകിയിരിക്കുകയാണ്. അതിനാൽ അവരുടെ ഭാര്യയാൽ കാലാംശം കൊണ്ട് ലക്ഷ്മീദേവി ജനിക്കും. അതിനുശേഷം അവർ സമ്പന്നരായ രാജാക്കന്മാരായി തീരും. അങ്ങയുടെ ഭക്തൻ മരിച്ചു കഴിഞ്ഞു, ഇനി അവനെയോർത്ത് ദുഃഖിക്കണ്ട, പൊയ്ക്കോളൂ. ഹേ ദേവന്മാരെ, നിങ്ങളും പൊയ്ക്കോളൂ. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ശ്രീഹരി ലക്ഷ്മി സഹിതനായി സഭ വിട്ട അന്തഃപുരത്തിലേക്ക് പോയി. ദേവന്മാർ സന്തുഷ്ടരായി ആശ്രമങ്ങളിലേക്ക് മടങ്ങി. പരിപൂർണതമനായ പരമശിവനാകട്ടെ വേഗം തപസ്സിനായിട്ട് അവിടെ നിന്ന് പ്രസ്ഥാനം ചെയ്യുകയും ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് 15